നമസ്തേ. നിങ്ങളുടെ നാളെയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാർജി പ്രേക്ഷകർക്കും സുസ്വാഗതം. ഡോക്ടർ മാരാർജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെയിൽ ബുധനാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. അതായത് 1199 കർക്കിടക മാസം 16-ാം തീയതി 2024 ജൂലൈ 31-ാം തീയതി ബുധനാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിനെ അടിസ്ഥാനമാക്കി കാലത്ത് 6:17 അസ്തമയം വൈകിട്ട് 6:45 ഉദയം 6:17 രാഹുകാലം 12:17 മുതൽ 1:47 വരെയുള്ള സമയങ്ങളിലാകുന്നു. നാളത്തെ നക്ഷത്രം കാലത്ത് 10:15 വരെ രോഹിണി നക്ഷത്രവും 10:15 ശേഷം മകേര്യം നക്ഷത്രം ഇടവം രാശിയുമാകുന്നു. മകേര്യം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക ഇടവവും അവസാനത്തെ 30 നാഴിക മിഥുനവുമാകുന്നു. നാളെ പൂർണ്ണമായും ഇടവം രാശിയിലാകുന്നു ചന്ദ്രൻ്റെ സ്ഥാനം. ഈ രണ്ട് നക്ഷത്രങ്ങളും എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ അനുകൂലമായ നക്ഷത്രങ്ങളാകുന്നു. വിവാഹ നക്ഷത്രമായാലും ചോറും നക്ഷത്രമായാലും ശുഭകാര്യങ്ങൾക്കുള്ള നക്ഷത്രമായാലും മകേര്യവും രോഹിണിയും നാം സ്വീകരിക്കുന്നു. രോഹിണിയുടെ അധിപനായ ഗ്രഹം ചന്ദ്രനും മകേരത്തിൻ്റെ അധിപനായ ഗ്രഹം ചൊവ്വയുമാകുന്നു. നാളത്തെ ഏറ്റവും വലിയ പ്രത്യേകത വൈകിട്ട് 4:30 വരെ കൃഷ്ണപക്ഷ ഏകാദശി തിഥിയാകുന്നു. അതിനാൽ നിങ്ങൾക്ക് ഏകാദശി വ്രതമെടുത്ത് കാലത്ത് കൃഷ്ണക്ഷേത്രത്തിൽ പോകാൻ പറ്റിയ ദിനമാകുന്നു. കൃഷ്ണൻ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാകുന്നു കറുത്തപക്ഷത്തിലെ ഏകാദശി. ഗുരുവായൂർ ഏകാദശി വളരെ പ്രസിദ്ധമാണല്ലോ. ഏകാദശി എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക 11ാമത്തെ തിഥിയാകുന്നു. ഈ 11 എന്ന അക്കത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മുടെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും മനസ്സും കൂടിയാൽ കിട്ടുന്ന സംഖ്യയാകുന്നു 11. ഈ 11 കൃഷ്ണൻ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട ഏകാദശി തിഥിയായി നാം ആചരിക്കുന്നത്. അതിനാൽ കൃഷ്ണക്ഷേത്രത്തിൽ നിങ്ങൾക്ക് കാലത്ത് 10-15 വരെയുള്ള സമയം തുളസിമാല, പാൽപ്പായസം, വെണ്ണ നിവേദ്യം ഒക്കെ കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. 10:15 ശേഷമാണ് മകേരം നക്ഷത്രം ആരംഭിക്കുന്നത്. മകേരം നക്ഷത്രം ഇടവം രാശിയാകയാൽ നിങ്ങൾക്ക് ശക്തമായി വൈകിട്ട് ഭദ്രകാളി ക്ഷേത്ര സന്ദർശനം നടത്താവുന്നതാണ്. അവിടെ ഭദ്രകാളിക്ക് നിങ്ങൾക്ക് നാളികേരം കൊണ്ട് മുട്ടറക്കാം, രക്തപുഷ്പാഞ്ജലി ചെയ്യാം, ശത്രുസംഹാര കുരുതി ചെയ്യാം. ഭദ്രകാളിയെ നിങ്ങൾ ഭജിക്കുക, മൂലമന്ത്രം ഭജിക്കുക. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാള്യൈ നമഃ എന്ന മന്ത്രം നിങ്ങൾക്കുണ്ടാക്കുന്നൊരു വൈബ്രേഷൻ എത്രയെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല. അതിനപ്പുറത്തുള്ള വൈബ്രേഷൻ ഈ ഭദ്രകാളിയുടെ മൂലമന്ത്രം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ ചെയ്ത് നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ തടസ്സങ്ങളും വിഘ്നങ്ങളും മാറട്ടെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കറുത്തപക്ഷത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. എന്നാലും ചതുർദശിയും കറുത്ത വാവും വരെയുള്ള ദിനങ്ങൾ നമുക്ക് പല കാര്യങ്ങളിലും ഏർപ്പെടേണ്ടി വരും. അപ്പോൾ ഒരു ശുഭമുഹൂർത്തം നോക്കുന്നത് നിങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും. നാളത്തെ ശുഭമുഹൂർത്തങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക. നാളെ കാലത്ത് 9:20 മുതൽ 10:20 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ അനുകൂലമാണ്. രോഹിണി നക്ഷത്രം ഉച്ചയ്ക്ക് മകേരം നക്ഷത്രം 1:50 മുതൽ 3:30 വരെയുള്ള സമയം നിങ്ങൾക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും സ്വീകരിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാർജി പ്രേക്ഷകർക്കും ഒരു ശോഭനമായ ബുധനാഴ്ച നേരുന്നു. നന്ദി, നമസ്കാരം.